Very good morning, my dear students. We are going to the next class of international business. And the previous classes we were discussing about international economic integrations and various other international economic institutions. And for that purpose, we have discussed about different types of trade agreements. The most important multilateral trade agreement, we have seen that GATT, and the newer version of GATT is WTO, World Trade Organization. And in the previous class we have studied what is the peculiarity and how this WTO has been originated. In Uruguay round what happened and the important principles of WTO. And at the same time we have seen the various types of agreements. നമ്മൾ അതാണ് തുടങ്ങിയത് അല്ലേ, ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റ്സ് ഇൻ WTOൻ്റെ ഭാഗമായിട്ട് വരുന്ന എഗ്രിമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. അതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് കണ്ടത് ട്രിപ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, ട്രിംസിനെ കുറിച്ച് കണ്ടിരുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഗാഡ്സിനെ കുറിച്ച് കണ്ടു തുടങ്ങിയിരുന്നു അല്ലേ. ഗാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്, സർവീസുകളുടെ ട്രേഡിനോടനുബന്ധിച്ച് എന്തൊക്കെയാണ് നിലവിലുള്ള എഗ്രിമെൻറ്റ്സ് എന്തൊക്കെയാണ്. നമുക്കറിയാം ഗുഡ്സിൽ നിന്ന് വ്യത്യസ്തമായി സർവീസുകൾക്കുള്ള പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ഉറുഗ്വായ് റൗണ്ടിൽ തന്നെയാണ് ഈ ഒരു ഗാഡ്സ് എന്ന് പറയുന്ന എഗ്രിമെൻറ്റിന് രൂപം കൊടുത്തിട്ടുള്ളത്. അതായത് 1995 ഉറുഗ്വായ് റൗണ്ട് നടന്നതെന്ന് നമുക്കറിയാം. ഉറുഗ്വായ് റൗണ്ടിൽ തന്നെയാണ് ഗാഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണയിൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. സർവീസുകളോടനുബന്ധിച്ച് നിലവിലിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സർവീസുകൾക്കാണ് ഈ ഗാഡ്സ് എന്ന് പറയുന്ന ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ് എന്ന് പറയുന്ന ആ ഒരു ഇത് ബാധകമായിട്ടുള്ളത്, എഗ്രിമെൻ്റ് ബാധകമായിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് സർവീസുകളെന്ന് പറയുമ്പോൾ പ്രധാനമായും ക്രോസ് ബോർഡർ സപ്ലൈ വരുന്ന, ക്രോസ് ബോർഡർ സപ്ലൈ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ നിന്നും വേറൊരു രാജ്യത്തിൻ്റെ ടെറിട്ടറിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസ്. അത് ബാങ്കിങ് ആയിരിക്കാം, ഇൻഷുറൻസ് ഏജൻസീസ് ആയിരിക്കാം. അതുപോലുള്ള ക്രോസ് ബോർഡർ സപ്ലൈ വരുന്ന ഡിഫറെൻറ്റ് സർവീസുകൾക്ക് എന്ത് ബാധകമാണ്, ഈ ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ് ബാധകമാണ്. അതുപോലെ തന്നെ എബ്രോഡായിട്ടുള്ള കൺസംഷൻ വരുന്ന സർവീസുകൾ, എബ്രോഡായിട്ടുള്ള കൺസംഷൻ വരുന്ന സർവീസുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ടൂറിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും ഒരു സർവീസിൻ്റെ കൺസ്യൂമർ വേറൊരു ടെറിട്ടറിയിൽ പോയി, വേറൊരു രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നും ആ ഒരു സർവീസ് അവൈൽ ചെയ്യുന്ന, നമുക്കറിയാം പലപ്പോഴും പല ട്രീറ്റ്മെൻറ്റുകൾക്കും വേണ്ടിയിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതൊക്കെ എന്താ പറയുക, കൺസംഷൻ എബ്രോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്നതാണ്. അങ്ങനെയുള്ള സർവീസുകൾക്ക് ഈ ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസ് അല്ലെങ്കിൽ ഗാഡ്സ് എന്ന് പറയുന്ന എഗ്രിമെൻ്റ് ബാധകമാണ്. അതോടൊപ്പം തന്നെ ഒരു കമേഴ്ഷ്യൽ പ്രസൻസ് ആവശ്യമായിട്ടുള്ള, അതായത് അവിടെ ഒരു സർവീസ് സപ്ലയറെ സംബന്ധിച്ചിടത്തോളം, സർവീസ് കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു രാജ്യത്ത് ഇപ്പോൾ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ലോയേഴ്സ് അതർ നേഷൻസിൽ പോയിട്ട് സർവീസ് റെൻഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ സർവീസുകളെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് കമേഴ്ഷ്യൽ പ്രസൻസ് ആവശ്യമുള്ള സർവീസുകളെന്ന് പറയുന്നത്. പേഴ്സണലി പ്രസൻ്റ് ആവാതെ ഒരിക്കലും അങ്ങനെയുള്ള സർവീസുകൾ നമുക്ക് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റെൻഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ presence of natural person, that is it refers to the person
of one member entering the territory of another member to supply the services. For example, accountants, doctors, teachers, etc. ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ട് അവിടെ സർവീസ് റെൻഡർ ചെയ്യുന്ന വ്യക്തികൾ. ഇങ്ങനെയുള്ള സർവീസുകൾക്കൊക്കെ തന്നെ എന്ത് ബാധകമാണ്? ഗാർഡ്സ് എന്ന് പറയുന്ന കരാറ് ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർവീസുകൾക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗാർഡ്സിൻ്റെ പ്രത്യേക. ഗാർഡ്സും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവരുത്. ഗാർഡ്സിൻ്റെ തന്നെ ഗാർഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദർ ഈസ് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ഗാട്ടാണ് പിന്നീട് WTO ആയിട്ട് മാറിയത്. ആ WTOൻ്റെ ഭാഗമായിട്ടുള്ള എഗ്രിമെൻറ്റിനെ കുറിച്ചിട്ടാണ്. എഗ്രിമെൻറ്റ്സ്, ഒരുപാട് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് എഗ്രിമെൻറ്റ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൽ തന്നെ നമ്മൾ ട്രിപ്സിനെ കുറിച്ച് കണ്ടിരുന്നു അല്ലേ? എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രിംസിനെ കുറിച്ച് കണ്ടിരുന്നു. ദർ ഈസ് എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റ്സ് ആണ്. അതിൽ പെടുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് എന്ന് പറയുന്നത് ഗാർഡ്സ് എന്ന് പറയുന്നത്, ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ് എന്ന് പറയുന്നത്. ഗുഡ്സിനേക്കാൾ അധികം കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് സർവീസുകൾ. അതുകൊണ്ടാണ് ഇവിടെ അത് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായ കാരണം. ഓക്കെ, അപ്പോൾ ഈ സർവീസുകൾ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും? ഏതൊക്കെ തരം സർവീസുകളെ നമ്മൾ നോക്കേണ്ടതുണ്ട്? എങ്ങനെയൊക്കെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും? പല രീതിയിൽ സർവീസ് ഇപ്പോൾ ഓൺലൈൻ സർവീസുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഓൺലൈൻ സർവീസുകൾക്ക് ഇത് ബാധകമാണ് അല്ലേ? പേഴ്സണലി പ്രസൻ്റ് ആവണമെന്നില്ല. അത് സർവീസ് പ്രൊവൈഡറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർവീസുകൾ കൊടുക്കുന്ന അതിൽ 2 പാർട്ടീസാണ് വരുന്നത്. സർവീസ് പ്രൊവൈഡറും വരുന്നുണ്ട്, സർവീസ് കൺസ്യൂമറും വരുന്നുണ്ട്. പ്രൊവൈഡർ എന്ന് വെച്ചാൽ സർവീസ് കൊടുക്കുന്ന വ്യക്തി, കൺസ്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവെയിൽ ചെയ്യുന്ന വ്യക്തി. അപ്പോൾ സർവീസ് പ്രൊവൈഡറുടെ ആ ഒരു പൊസിഷനായിരിക്കാം മാറുന്നത്. അയാളായിരിക്കാം ക്രോസ് ബോർഡറിങ് നടത്തുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ആയിരിക്കാം. ആരായാലും സർവീസസ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്നും വേറൊരു കൺട്രിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ എങ്ങനെയുള്ള സർവീസുകളായാലും അവിടെ ബാധകമാണ്. ഏത് രീതിയിൽ ഇപ്പോൾ WTOൻ്റെ ഭാഗമായിട്ട് എഗ്രിമെൻ്റ് വരുമ്പോൾ ഇങ്ങനെയുള്ള പലവിധ സർവീസുകളെ അതെന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ഇനി ഈ സർവീസുകൾ ഗാർഡ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില പ്രത്യേകതരം റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ള MFN പോളിസി എന്ന് പറയുന്നത് ഒരു പോളിസി ഉണ്ട്. MFN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ, അതായത് ഒരു രാജ്യം അതിൻ്റെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള നേഷനോട് ചെയ്യുന്ന സർവീസുകളുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണോ ആ മാനദണ്ഡങ്ങൾ തന്നെ ജനറലൈസ് ചെയ്ത് ബാക്കിയുള്ള രാജ്യങ്ങളോടും കാണിക്കണം എന്നുള്ള, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കണം ആ ബേസിക്. പ്രത്യേകിച്ചും അതിൻ്റെ താരിഫുകളോടനുബന്ധിച്ച് ട്രേഡ് റിലാക്സേഷനുകളോടനുബന്ധിച്ച് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ എങ്ങനെയുള്ളതായിരിക്കണം, ആ ഫേവറബിൾ നേഷനോട് കാണിക്കുന്നതായിരിക്കണം എന്നുള്ള ആ ഒരു ജനറലൈസേഷൻ പ്രോസസ്സ്, അതാണ് MFN എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ MFN എന്ന് പറയുന്നത് എവിടെയും ബാധകമാണ്. ഈ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റുകളിലും ബാധകമാണ്. അതതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള റൂളായിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ തന്നെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംഭവം. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും, എല്ലാ മെമ്പർ കൺട്രീസും സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന എല്ലാ മെമ്പർ കൺട്രീസും അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കോമൺ ആയിട്ട് പബ്ലിഷ് ചെയ്യുകയും തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള മെമ്പർ കൺട്രീസിനെ അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് കാണിക്കുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള റെഗുലേഷൻസ്, ദാറ്റ് ഈസ് ദ ലിബറലൈസേഷൻ ഓഫ് സർവീസസ് ട്രേഡ് ബൈ ഗാർഡ്സ് ലെഡ് ടു മെനി കോംപ്ലെക്സ് സിറ്റുവേഷൻസ്. ഫോർ instance, services are regulated by governments to meet the variety of national policy objectives such as health and safety. Such regulations by governments about the degree to which services can be traded freely. WTO member governments are obliged to ensure all the domestic laws
അതായത് സർവീസുകളോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു എക്സ്ചേഞ്ചിൽ അതിൻ്റേതായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള റെഗുലേഷൻസ് ഓരോ രാജ്യത്തിനകത്തും പാലിക്കപ്പെടേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻ, പ്രത്യേകിച്ചും ഹെൽത്ത്, സേഫ്റ്റി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ പാലിക്കപ്പെട്ട് പോകണം എന്നുള്ളത് നിർബന്ധമാണ്. ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ആ ഒരു ഇതിൽ ഒരിക്കലും ഡൊമസ്റ്റിക് ട്രേഡ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള റെഗുലേഷൻസ് ഒരിക്കലും സഫർ ചെയ്യപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഡൊമസ്റ്റിക് എൻവയോൺമെൻറ്റിന് തീർച്ചയായിട്ടും പ്രാധാന്യം നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയായിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഗവൺമെൻറ്റും പാസ്സാക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതാത് കാലങ്ങളിൽ പാലിക്കപ്പെട്ടു പോകേണ്ടത് നിർബന്ധമാണ്. അതേസമയം തന്നെ WTOൻ്റെ ഭാഗമായിട്ട് വരുന്ന സർവീസ് എഗ്രിമെൻറ്റ്സും ഒരേ സമയം എന്ത് ചെയ്യേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. രണ്ടും കോൺട്രഡിക്ഷൻ ആവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റ് ആക്സസ്. മാർക്കറ്റ് ആക്സസ് എന്ന് പറയുന്ന ദറ്റ് ഈസ് when such commitments are undertaken, members shall not maintain such measures as quotas or limitations to the number of service suppliers. അതായത് സർവീസ് സപ്ലയേഴ്സിന് നേരത്തെ ഞാനൊരു ടേം യൂസ് ചെയ്തിരുന്നു, സർവീസ് പ്രൊവൈഡർ. അവരെന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് സർവീസ് സപ്ലയർ. സർവീസ് കൊടുക്കുന്ന വ്യക്തികൾ, സർവീസ് സപ്ലൈ ചെയ്യുന്ന വ്യക്തികൾ, അവർക്ക് പൂർണ്ണമായും ഒരു ലിബറലൈസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആക്സസ് കൊടുക്കാനായിട്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെ ഒരിക്കലും നമ്മൾ തടയരുത്. പ്രത്യേകിച്ചും താരിഫുകൾ കൊണ്ടോ നോൺ താരിഫായിട്ടുള്ള മെഷേഴ്സ് എടുത്തുകൊണ്ടോ ഒരിക്കലും നമ്മൾ അവരെ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതിനൊരു റെസ്ട്രിക്ഷൻ വെക്കാനായിട്ട് പാടില്ല. ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആക്സസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ നാഷണൽ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സർവീസുകളെ, നമ്മുടെ രാജ്യത്തിനകത്ത് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന സർവീസുകളെ എങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അതേ തുല്യമായിട്ടുള്ളൊരു ഇക്വിറ്റി ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആർക്കും കൊടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ പുറമേ നിന്ന് വരുന്ന സർവീസുകൾക്കും കൊടുക്കണം. ആ ഒരു നാഷണൽ ട്രീറ്റ്മെൻറ്റ്, ഈക്വൽ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അവർക്ക് കൂടുതൽ റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻഫീരിയർ ക്വാളിറ്റിയുള്ള സർവീസാണെന്നോ ഉള്ളൊരു ധാരണ ഒരിക്കലും ഉണ്ടാവരുത്. നമ്മുടെ രാജ്യത്തിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന അതേ സർവീസുകൾക്കുള്ള ഒരു മേന്മയും ഗുണവും ഒക്കെ തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സർവീസുകൾക്ക് ഉണ്ട് എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, അതിനെയാണ് നാഷണൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ ഷെഡ്യൂൾ. ഈച്ച് മെമ്പർ കൺട്രി must have a schedule of specific commitments. The schedule defines the service sector that is open to foreign players. അതായത് ഓരോ രാജ്യത്തിനും WTOയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ഓരോ രാജ്യത്തിനും അത് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഫോറിൻ സപ്ലയേഴ്സിന് ആക്സസ് ചെയ്യാവുന്ന അതിപ്പോൾ ചിലപ്പോൾ ഇൻഷുറൻസ് മേഖലയായിരിക്കാം, ബാങ്കിങ് മേഖലയായിരിക്കാം, ഷെയർ മാർക്കറ്റ് ആയിരിക്കാം, ഏതാണോ മേഖല ആ മേഖലയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഫോറിൻ സപ്ലയേഴ്സിൻ്റെ ആ ഒരു അവർക്കുള്ള ഒരു ഓപ്പണിംഗ്, അതിനുള്ളൊരു സാധ്യത, ആ സാധ്യത എവിടെയൊക്കെയാണ്, ഏത് മേഖലകളിലൊക്കെയാണ് എന്ന് ഓരോ മെമ്പർ കൺട്രീസും എന്ത് ചെയ്തിരിക്കണം, പബ്ലിഷ് ചെയ്തിരിക്കണം. അതാണ് നാഷണൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആ ലിസ്റ്റ് ഓഫ് ഏരിയാസ്, എവിടേക്ക് കടന്നു ചെല്ലാം, എവിടേക്കാണ് ഫ്രീ ആയിട്ട് കടന്നു ചെല്ലാൻ സാധിക്കുന്നത്, എവിടെയാണ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഒരു ഫോറിൻ സർവീസ് പ്രൊവൈഡർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഷെഡ്യൂൾ, ദാറ്റ് ഈസ് നാഷണൽ ഷെഡ്യൂൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേകതരം മാനദണ്ഡങ്ങളോട് കൂടിയിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്, ഗാഡ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം എഗ്രിമെൻറ്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, പറഞ്ഞു ഏതൊക്കെയായിരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞ ട്രാൻസ്പെറൻസിയെ കുറിച്ച് പറഞ്ഞു, ഡൊമസ്റ്റിക് റെഗുലേഷനെ കുറിച്ച് പറഞ്ഞു, MFNനെ കുറിച്ച് പറഞ്ഞു, മാർക്കറ്റ് ആക്സസിനെ കുറിച്ച് പറഞ്ഞു, നാഷണൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, നാഷണൽ ഷെഡ്യൂൾസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് ഗാഡ്സിൽ എന്ത് ചെയ്യപ്പെടുന്നത്, അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് എഗ്രിമെൻ്റ് ആണ്. ദാറ്റ് ഈസ് WTOൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള
പ്രത്യേകിച്ചും അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എഗ്രിമെൻ്റാണ് AOA എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ. അവസാന റൗണ്ടിൽ തന്നെ, അതായത് ഉറുഗ്വായ് റൗണ്ടിൽ തന്നെയാണ് അഗ്രികൾച്ചറിനെ കുറിച്ചിട്ടുള്ള അഗ്രികൾച്ചറിനെ ഒരു മുഖ്യ ഏരിയ ആയിട്ട് എടുത്തുകൊണ്ട് WTOയിൽ ചർച്ച നടന്ന, WTOയിലല്ല, നമുക്കറിയാം ഗാട്ടിൻ്റെ തന്നെ ഏറ്റവും അവസാനത്തെ നെഗോഷിയേഷനായിരുന്നു ഉറുഗ്വായ് റൗണ്ടിലുണ്ടായിരുന്നത് അല്ലേ. അതായത് WTOൻ്റെ ഫോർമേഷനോട് കൂടിയിട്ടാണ് മിക്കവാറും എല്ലാ എഗ്രിമെൻറ്റ്സും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ട്രിപ്സ് ആയാലും ട്രിംസ് ആയാലും ഗാഡ്സ് ആയാലും ഒക്കെ 1995 WTOൻ്റെ ആ ഒരു ഓർഗനൈസേഷനോട് കൂടെ തന്നെ ഉണ്ടായിട്ടുള്ള എഗ്രിമെൻറ്റ്സുകളാണ്. അതിൻ്റെ ഭാഗമായിട്ട് 1994 ഉറുഗ്വായ് റൗണ്ടിലുണ്ടായിരുന്ന നെഗോഷിയേഷൻസിൻ്റെ ഫലമായി 1995 മാർക്കേഷ് എന്ന് പറയുന്ന സ്ഥലത്ത്, മൊറോക്കോയിലുള്ള മാർക്കേഷ് എന്ന് പറയുന്ന സ്ഥലത്ത് മെമ്പർ കൺട്രീസ് ചേർന്നുകൊണ്ട് സൈൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രത്യേകതരം എഗ്രിമെൻ്റാണ് എന്തെന്ന് പറയുന്നത്, AOA എന്ന് പറയുന്ന എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം അഗ്രികൾച്ചർ തന്നെയാണ് ഇവിടുത്തെ ഫോക്കസിങ് ഏരിയ. അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഏരിയ ആണിത്. ബിക്കോസ് നമുക്കറിയാം അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഈസിലി പെരിഷബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുറച്ച് പ്രോഡക്ട്സാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫോർമാലിറ്റീസിനെ എങ്ങനെ നമുക്ക് അതിൻ്റെ ആ ഒരു കാഠിന്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായിരുന്നു പലപ്പോഴും ഈ ഒരു എഗ്രിമെൻറ്റിലൂടെ എന്ത് ചെയ്തിരുന്നത്, ചിന്തിച്ചിരുന്നത്. ഈസിലി ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഫോർമാലിറ്റീസിന് പകരം സമയം കുറച്ച് ചെയ്യേണ്ട ഫോർമാലിറ്റീസിലേക്ക് എങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു ഫോർമേഷൻ മാറ്റാം എന്നുള്ളതായിരുന്നു മെമ്പർ കൺട്രീസ് എന്ത് ചെയ്തിരുന്നത്, ചിന്തിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ചില നിയമങ്ങളും ചില റെഗുലേഷൻസാണ് ഇവിടെ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് മാർക്കറ്റ് ആക്സസ് ആണ്. AOൻ്റെ ഭാഗമായിട്ടുള്ള മാർക്കറ്റ് ആക്സസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ പറയുന്നത് എങ്ങനെ നമുക്ക് ഇമ്പോർട്ടേഴ്സിനെ മെമ്പർ കൺട്രീസിലേക്ക് കൂടുതലായിട്ടും ആക്സെപ്റ്റബിൾ ആക്കാം അല്ലെങ്കിൽ ആക്സസബിൾ ആക്കാം എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് 2 പോയിൻറ്റ്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. 2 കണ്ടീഷൻസാണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടാരിഫിക്കേഷൻ ഓഫ് നോൺ താരിഫ് ബാരിയേഴ്സ് ആണ്. ടാരിഫിക്കേഷൻ ഓഫ് നോൺ താരിഫ് ബാരിയേഴ്സ്. നോൺ താരിഫ് ബാരിയേഴ്സിനെ എന്ത് ചെയ്യുക, താരിഫൈ ചെയ്യുക. താരിഫൈ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിലി നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം, ഫോർമാലിറ്റീസ് പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അത് കുറച്ചും കൂടെ പെരിഷബിളാണ്, അതുകൊണ്ട് നമുക്ക് അധികം സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ നോൺ താരിഫ് ബാരിയേഴ്സിന് പകരം ഈ നോൺ താരിഫ് പ്രത്യേകിച്ച് ലൈസൻസിങ് അതുപോലെയൊക്കെയുള്ള നോൺ താരിഫ് ബാരിയേഴ്സിന് പകരം താരിഫ് അടച്ചാൽ മതി എന്നുള്ള ആ ഒരു ധാരണ, അതിനെയൊക്കെ ക്വാണ്ടിഫൈ ചെയ്ത് താരിഫുകളാക്കി മാറ്റുന്ന ഒരിത്. അപ്പോൾ അത് ഈസിലി നമുക്ക് അധികം സമയം എടുക്കാതെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള താരിഫിക്കേഷൻ പ്രോസസ്സ് എന്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്, AOൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് ആക്സസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു. അതുപോലെ തന്നെ ഒരു മിനിമം റേറ്റ് ഓഫ് ഇമ്പോർട്ട് എല്ലാ മെമ്പർ കൺട്രീസും ബാക്കിയുള്ള മെമ്പർ കൺട്രീസിൻ്റെ അടുത്തുനിന്ന് ഒരു മിനിമം റേറ്റ് ഓഫ് ഇമ്പോർട്ട്, ആ ഒരു മിനിമം ലെവൽ, ഒരു ഫ്ലോർ ലെവൽ പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊക്കെ മാർക്കറ്റിംഗ് ആക്സസിന് വഴിയൊരുക്കുന്ന സംഭവങ്ങളാണ്. അതാണ് ഒന്നാമത്തെ ഒരു റൂളായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ഡൊമസ്റ്റിക് സപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. ഡൊമസ്റ്റിക് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കറിയാം AO എന്ന് പറയുന്ന എഗ്രിമെൻറ്റിലൂടെ നമ്മൾ നേരത്തെ ഗാഡ്സ് പഠിച്ചപ്പോഴും അത് പഠിച്ചതാണ്. അതായത് ഏത് എഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള റൂൾസ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹെൽത്ത്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് സഫർ ചെയ്യാനായിട്ട് പാടില്ല, സഫർ ചെയ്യാനായിട്ട് ഉള്ളൊരവസരം ഉണ്ടാവരുത്. ഇൻ്റർനാഷണൽ ട്രേഡ് പുരോഗമിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരിക്കലും ഡൊമസ്റ്റിക് ട്രേഡിനെയും അതോടൊപ്പം ബാക്കിയുള്ള മേഖലകളെയും എന്ത് ചെയ്യാൻ പാടില്ല, അത് എഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അത് എഫക്റ്റ് ചെയ്യാനായിട്ട് നോക്കേണ്ടത്, അതായത് നമ്മൾ തന്നെ തീരുമാനിക്കണം എവിടെയാണ് ഈ ഒരു
AOA എഗ്രിമെൻറ്റ്, AOA മാത്രമല്ല ഏത് എഗ്രിമെൻ്റ് ആണെങ്കിലും അത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് എവിടേക്കാണ് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം, നമ്മുടെ ഗവൺമെൻറ് തീരുമാനിക്കണം. അതിനനുസരിച്ച് മറ്റുള്ളവർക്ക് ആക്സസ് കൊടുക്കാനുള്ള, ഫോറിൻ ഇമ്പോർട്ടേഴ്സിന് ആക്സസ് കൊടുക്കാനുള്ളൊരു ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എത്തി നിൽക്കണം. അതല്ലാതെ ഒരിക്കലും നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെ അതൊരു തരത്തിലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, നെഗറ്റീവായിട്ട് ബാധിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതാണ് ഡൊമസ്റ്റിക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം വരുന്നത് എക്സ്പോർട്ട് സബ്സിഡീസ് ആണ്. എക്സ്പോർട്ട് സബ്സിഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടേഴ്സിന് ഓരോ ഗവൺമെൻറ്, ഓരോ മെമ്പർ നേഷൻസും കൊടുക്കുന്ന സബ്സിഡീസ്, പ്രത്യേകിച്ചും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആവുമ്പോൾ കർഷകർക്ക് നേരിട്ട് അതിൻ്റെ ഗുണം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കൊടുക്കുന്ന സബ്സിഡീസ്, എല്ലാ മെമ്പർ കൺട്രീസും ആ സബ്സിഡീസിൻ്റെ ലിസ്റ്റ് എന്ത് ചെയ്യേണ്ടതാണ്, അത് പരസ്യപ്പെടുത്തേണ്ടതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എക്സ്പോർട്ടേഴ്സിന് എന്ത് കൊടുക്കേണ്ടതാണ്, സബ്സിഡീസ് കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് സബ്സിഡീസ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വെർച്വലി അങ്ങനെയുള്ളൊരു എക്സ്പോർട്ടിങ് സബ്സിഡീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതുപോലുള്ള മാർഗങ്ങളിലൂടെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് പഠിച്ചത്. AOൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ച 3 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് മാർക്കറ്റ് ആക്സസിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടുള്ള 2 കണ്ടീഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് താരിഫിക്കേഷൻ ഓഫ് നോൺ താരിഫ് ബാരിയേഴ്സ് ആണ്. രണ്ടാമത്തത് മിനിമം ഇമ്പോർട്ട് എന്നുള്ളൊരു റേറ്റാണ്. രണ്ടാമത് നമ്മൾ നോക്കിയത് ഡൊമസ്റ്റിക് സപ്പോർട്ടാണ്, എങ്ങനെയാണ് ഡൊമസ്റ്റിക് എൻവയോൺമെൻറ്റ് നമ്മൾ സുരക്ഷിതമായിട്ട് നിലനിർത്തേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് എക്സ്പോർട്ട് സബ്സിഡീസാണ്. ഓക്കെ, അപ്പോൾ AOA എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റ്, അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റോട് കൂടിയിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, നമ്മളിപ്പോൾ ഇവിടെ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ WTOൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തത്, പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന ട്രിപ്സ് നമ്മൾ പഠിച്ചു, ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ട്രിംസ് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടത് 5 അല്ലേ, നമ്മൾ കണ്ടത് ഗാർഡ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ AOA എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ 4 ഡിഫറെൻറ്റ് എഗ്രിമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കണ്ടത്. ഈ 4 മാത്രമാണോ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇഷ്ടംപോലെ എഗ്രിമെൻറ്റ്സ് എന്നിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, WTOൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് ഒരു ഇൻ്റർനാഷണൽ ട്രേഡിനോടനുബന്ധിച്ച് ഇൻ്റർനാഷണൽ ഇൻ്റഗ്രേഷൻസിനോടനുബന്ധിച്ച് പഠിക്കേണ്ട വേറൊരു കോൺസെപ്റ്റാണ്. അതിൻ്റെ പേരാണ് ട്രേഡ് ഫെസിലിറ്റേഷൻസ്. ഓക്കെ, ട്രേഡ് ഫെസിലിറ്റേഷൻ. ആൻഡ് വാട്ട് ഈസ് ട്രേഡ് ഫെസിലിറ്റേഷൻ? വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ട്രേഡ് ഫെസിലിറ്റേഷൻസ്? ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അടുത്ത കോൺസെപ്റ്റായിട്ട് പഠിക്കുന്നത്. നമുക്കറിയാം, ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഏരിയ അതിൻ്റേതായിട്ടുള്ള മീനിങ് നടക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ഒട്ടുമിക്കവാറും ഇപ്പോൾ WTOൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകതരം കരാറുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ട്രേഡിനെ കാണുന്ന, വിവിധ രാജ്യങ്ങൾ തമ്മിൽ കോർഡിനേറ്റഡ് ആയിട്ട് ട്രേഡ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിന് വിളിക്കുന്ന പേരാണ് ട്രേഡ് ഫെസിലിറ്റേഷൻ. ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, അതിനെ സഹായിക്കുന്ന, അതിനെ ഡെവലപ്പ് ചെയ്യുന്ന ഏത് മാർഗവും അതിനെ നമുക്ക് ട്രേഡ് ഫെസിലിറ്റേഷൻ എന്നുള്ള പരിധിക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ട്രേഡ് ഫെസിലിറ്റേഷന് WTO കൊടുത്തിട്ടുള്ളൊരു നിർവചനമുണ്ട്. വളരെ ചെറിയൊരു ഡെഫിനിഷനാണ് ട്രേഡ് ഫെസിലിറ്റേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ദ സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാർമണൈസേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് പ്രൊസീജിയേഴ്സ്, ദാറ്റ് ഈസ് ട്രേഡ് ഫെസിലിറ്റേഷൻ. സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാർമണൈസേഷൻ ഓഫ് ഇൻ്റർനാഷണൽ
ട്രേഡ് പ്രൊസീജിയേഴ്സ്, ഇൻ്റർനാഷണൽ ട്രേഡ് പ്രൊസീജിയേഴ്സിനെ എങ്ങനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് ഹാർമോണൈസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ഈ സിംപ്ലിഫിക്കേഷനും ഹാർമോണൈസേഷനുമാണ് ട്രേഡ് ഫെസിലിറ്റേഷൻ്റെ മുഖ്യമായിട്ടുള്ള അജണ്ടയായിട്ട് ആര് പറയുന്നത്, WTO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് ഫെസിലിറ്റേഷൻ്റെ രംഗത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ടുള്ള WTO എന്ത് ചെയ്യുന്നത്, നിർവചിക്കുന്നത്. ഓക്കെ, ആൻഡ് ട്രേഡ് ഫെസിലിറ്റേഷൻ ലുക്സ് അറ്റ് ഹൗ പ്രൊസീജിയേഴ്സ് ആൻഡ് കൺട്രോൾസ് governing the movement of goods across national borders can be improved. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വസ്തുക്കളും സേവനങ്ങളും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനോടനുബന്ധിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ഫോർമാലിറ്റീസ് എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ മെഷേഴ്സിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി അതിനെ മെച്ചപ്പെട്ടതാക്കി മാറ്റാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ട്രേഡ് ഫെസിലിറ്റേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ട്രേഡ് ഫെസിലിറ്റേഷൻ ഈസ് ടു റെഡ്യൂസ് കോസ്റ്റ് ഇൻസിഡൻ്റൽ ടു ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് മാക്സിമൈസ് ദി എഫിഷ്യൻസി. ഇൻ്റർനാഷണൽ ട്രേഡിനോടനുബന്ധിച്ചിട്ടുള്ള കോസ്റ്റിനെ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ് ഫെസിലിറ്റേഷൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താ ഉദ്ദേശം? മാക്സിമം നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്ന വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അതിനെ കോംപ്ലക്സ് ആയിട്ട് ചെയ്യാതെ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഒന്നും കൂടി ഒന്ന് മിനിമൈസ് ചെയ്ത്, ഒന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത്, ഒന്നുകൂടി ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പ്രോസസ്സ്, ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ എന്ത് ചെയ്യണത്, നോക്കണത്. ഇനി അതിനോടനുബന്ധിച്ച് ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഫെസിലിറ്റേഷനോടനുബന്ധിച്ച് പലതരം ഇഷ്യൂസ് നമ്മളിവിടെ കണക്കിലെടുക്കുന്നുണ്ട്. പ്രധാനമായും ഏതൊക്കെ ഇഷ്യൂസാണ് നമ്മളിവിടെ നോക്കുന്നത്? അതിലൊന്നാമത്തെ ഇഷ്യൂസ് എന്ന് പറയുന്നത് നോംസ് ഫോർ പബ്ലിക്കേഷൻ ഓഫ് ലോസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓരോ മെമ്പർ കൺട്രീസും പാലിച്ചു പോരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികൾ, പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഇഷ്യൂസ്, ആ പബ്ലിക്കേഷനോടനുബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതാണ് ട്രേഡ് ഫെസിലിറ്റേഷനിൽ നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ, പ്രൊവിഷൻസ് ഫോർ അഡ്വാൻസ് റൂളിങ്സ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൂളിങ്സ്, നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ട, മുൻകൂട്ടി തന്നെ നമ്മൾ എഴുതി വെക്കേണ്ട ചില എഗ്രിമെൻറ്റ്സ്, ചില റൂളിങ്സ്. ഓക്കെ, അത് ഏതൊക്കെയാണ്, ഏത് മേഖലകളിലൊക്കെയാണ് അത് ബാധകമായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഡിസിപ്ലിൻസ് ഓൺ ഫീസ് ആൻഡ് ചാർജസ് ആസ് വെൽ ആസ് പെനാലിറ്റീസ്. ഫീസ്, ചാർജസ്, പെനാലിറ്റീസ്, ഇതിനോടനുബന്ധിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് വൺ, പ്രീ അറൈവൽ പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സ്. പ്രോസസ്സിങ്, അതിൻ്റെ പ്രീ പ്രോസസ്സിങ് എന്തൊക്കെയാണ്. നമ്മളിപ്പോൾ ഗുഡ്സ് വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു രാജ്യത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് പോകുന്നതിന് മുൻപായിട്ട് അതിന് എന്തൊക്കെ പ്രോസസ്സിങ് നടന്നിരിക്കണം, അതിനോടനുബന്ധിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്. ആൻഡ് യൂസ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്, ഈ പേയ്മെൻറ്റിലുള്ള വേരിയസ് ഇഷ്യൂസ് എന്തൊക്കെയാണ്. ഗ്യാരണ്ടി ടു അലൗ റാപ്പിഡ് റിലീസ് ഓഫ് ഗുഡ്സ്, എത്രയും പെട്ടെന്ന്, എസ്പെഷ്യലി ഈസിലി പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണെങ്കിൽ അതെങ്ങനെയാണ് കുറച്ചും കൂടി അവിടെ ഇവിടെയും അത് കെട്ടിക്കിടക്കാതെ ഈസിലി അതിനെങ്ങനെ ഡെലിവർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓരോ പോയിന്റിൽ നിന്നും അതിനെ നമുക്ക് എങ്ങനെ റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും, അതാണ് അടുത്ത ഇഷ്യൂ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് ഓതറൈസ്ഡ് ഓപ്പറേറ്റേഴ്സ് സ്കീംസ്. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന വേരിയസ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, സ്കീമുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതെങ്ങനെ സ്റ്റാൻഡർഡൈസ്ഡ് ആക്കാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, പ്രൊസീജിയർ ടു എക്സ്പെഡിറ്റ് ഷിപ്മെൻറ്റ്. ഷിപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്. ആൻഡ് ഫാസ്റ്റ് റിലീസ് ഓഫ് പെരിഷബിൾ ഗുഡ്സ്. പെരിഷബിൾ ഗുഡ്സ് എങ്ങനെ ഫാസ്റ്ററായിട്ട് റിലീസ് ചെയ്യാൻ സാധിക്കും. റെഡ്യൂസ്ഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫോർമാലിറ്റീസ് വിത്ത് കോമൺ കസ്റ്റം സ്റ്റാൻഡേർഡ്സ്. കസ്റ്റം സ്റ്റാൻഡേർഡ്സ് കുറച്ചും കൂടി ഫോർമലാക്കുക, കുറച്ചും കൂടി അത് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ,
പ്രൊമോഷൻ ഓഫ് യൂസ് ഓഫ് സിംഗിൾ വിൻഡോ സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. യൂണിഫോമിറ്റി ഇൻ ബോർഡർ പ്രൊസീജിയേഴ്സ് ബോർഡറുകളിൽ വേണ്ടി വരുന്ന പ്രൊസീജിയേഴ്സ് അതിനെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരും. ഒരു ബോർഡറിൽ ഒരു പ്രൊസീജിയർ, വേറൊരു ബോർഡറിൽ വേറൊരു പ്രൊസീജിയർ, അങ്ങനെ ആവാതെ യൂണിഫോം ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ടെമ്പററി അഡ്മിഷൻ ഓഫ് ഗുഡ്സ്. ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് എങ്ങനെ ഗുഡ്സിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഗുഡ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ടെമ്പററി ആയിട്ടുള്ള ആക്സസിങ്ങിനുള്ള ആ ഒരു നിയമങ്ങൾ എന്തൊക്കെയാണ്. ടെമ്പററി ആൻഡ് അത് പെർമനൻ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നാളത്തേക്ക് മാത്രം അതിൻ്റെ ട്രേഡ് അനുവദിക്കുന്ന ഒരു സമ്പ്രദായം. നെക്സ്റ്റ് വൺ ഈസ് സിംപ്ലിഫൈഡ് ട്രാൻസിറ്റ് പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്യുക. നെക്സ്റ്റ് വൺ പ്രൊവിഷൻസ് ഫോർ കസ്റ്റംസ് ഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ. കസ്റ്റംസ് ഓപ്പറേഷനും കോപ്പറേഷനും ഒന്നും കൂടി കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് വരും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഈ ട്രേഡ് ഫെസിലിറ്റേഷനോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഈ വക ഇഷ്യൂസിനെയൊക്കെ എങ്ങനെ നമുക്ക് മറികടക്കാം, എങ്ങനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക, ഇതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഈ ഒരു ട്രേഡ് ഫെസിലിറ്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നോക്കുന്നത്. ആൻഡ് ദർ ആർ സം ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രേഡ് ഫെസിലിറ്റേഷൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് അവിടെ നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് ട്രാൻസ്പെറൻസിയാണ്. ട്രാൻസ്പെറൻസി മീൻസ് transparency within government promotes openness and accountability to a government's action. It entails disclosure of information in the way that public can really access and use. പബ്ലിക്കിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഗവൺമെൻറ്റൽ ഇൻഫർമേഷൻസ് പബ്ലിഷ് ചെയ്യുക. അതാണ് ട്രാൻസ്പെറൻസിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓരോ ഗവൺമെൻറ്റുകളും പാലിച്ചു പോരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് കട്ടിയായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെങ്കിലും സിമിലർ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും മറ്റുള്ളവരെ അത് അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവർക്കും കൂടി ആക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പബ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്. അതാണ് ട്രാൻസ്പെറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ട്രേഡ് ഫെസിലിറ്റേഷൻ ഈസ് സിംപ്ലിഫിക്കേഷൻ. All the measures or it is a process of eliminating the unnecessary elements and duplications in the trade facilities process. Okay, unnecessary ആയിട്ടുള്ള ഫോർമാലിറ്റീസ്, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ്, ഓരോ സ്റ്റേജിലും ഓരോ സ്റ്റെപ്പിലും നമ്മൾ വീണ്ടും ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ ചെയ്യുന്ന ഫോർമാലിറ്റീസ്, അല്ലെങ്കിൽ ഒരേ ഫോർമാലിറ്റീസ് തന്നെ ചെയ്യുന്ന ഒരു പതിവ് അതില്ലാതാക്കുക. ഇതൊക്കെയാണ് സിംപ്ലിഫിക്കേഷനിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഈസ് ഹാർമോണൈസേഷൻ എന്ന് പറയുന്നത്, ഹാർമോണൈസേഷൻ ഈസ് ദ അലൈൻമെൻറ്റ് ഓഫ് നാഷണൽ പ്രൊസീജിയേഴ്സ്, ഓപ്പറേഷൻസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് വിത്ത് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പോളിസീസ്. നമ്മുടെ നാഷണൽ റെക്കോർഡിങ്സ്, നാഷണലായിട്ടുള്ള ബുക്ക് കീപ്പിംഗ്, ഇതൊക്കെ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ടുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന്, ഇൻ്റർനാഷണൽ കൺവെൻഷൻസിന് അതിനോട് ചേർന്ന് പോകുന്ന രീതിയിലാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള റെക്കോർഡിംഗ് ഒരു തരത്തിൽ, നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒരു നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരേപോലെ ആ ഒരു അക്കൗണ്ടിങ് പാറ്റേൺ, അക്കൗണ്ടിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതുപോലെ ആ ഒരു ഹാർമോണൈസേഷൻ എല്ലാ മേഖലകളിലും, ഏത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ കേസിലായാലും പ്രൊസീജിയേഴ്സിൻ്റെ കേസിലായാലും റെക്കോർഡിങ്ങിൻ്റെ കേസിലായാലും ഈ ഒരു ഹാർമോണൈസേഷൻ കൊണ്ടുവരാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസേഷൻ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ഫോർമാറ്റ്സ് ഫോർ പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമ്മുടെ പ്രാക്ടീസുകൾ, ട്രേഡ് പ്രൊസീജിയേഴ്സ്, അതിലൊരു സ്റ്റാൻഡേർഡൈസേഷൻ, പ്രത്യേകിച്ചും ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻസ് ഇൻ്റർനാഷണലി അഗ്രീഡ് ബൈ വേരിയസ് പാർട്ടീസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, ഇതൊക്കെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്യുക, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഈ ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്യുക. ആൻഡ് അവിടെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പ്രധാനമായും 4 പ്രിൻസിപ്പിൾസാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മൾ പഠിച്ചത് ട്രാൻസ്പെറൻസിയാണ്, രണ്ടാമത്തെ സിംപ്ലിഫിക്കേഷനാണ്, മൂന്നാമത്തെ ഹാർമോണൈസേഷനാണ്, നാലാമത്തെ സ്റ്റാൻഡേർഡൈസ്. അപ്പോൾ ട്രേഡ് ഫെസിലിറ്റേഷൻ എന്താണ്
ട്രേഡ് ഫെസിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഇഷ്യൂസാണ് നമ്മൾ അവിടെ കൈകാര്യം ചെയ്യുന്നത്, അതിനോടനുബന്ധിച്ച് നമ്മൾ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 4 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഇതാണ് മെയിനായിട്ട് നമ്മൾ വരുന്നത്. അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻവിയോൺമെൻ്റൽ ഇഷ്യൂസാണ്. ഇൻ്റർനാഷണൽ ട്രേഡിനോടനുബന്ധിച്ച് വരാൻ സാധ്യതയുള്ള എൻവിയോൺമെൻ്റൽ ഇഷ്യൂസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? നാച്ചുറലായിട്ടുള്ള റിസോഴ്സസുകൾക്ക് ഉണ്ടാകാവുന്ന ഒരു ഡീഗ്രഡേഷൻസ്, പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ നമ്മൾ കഴിഞ്ഞ AOA പഠിച്ചപ്പോഴും അതുപോലെ തന്നെ ഗാർഡ്സൊക്കെ പഠിച്ചപ്പോഴും നമ്മൾ കണ്ട ഒരു ഇതാണ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള എൻവിയോൺമെൻറ്റ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള സപ്പോർട്ട്. ആ ഒരു ടേം നമ്മൾ പഠിച്ചിരുന്നു. ഡൊമസ്റ്റിക് സപ്പോർട്ട് ഒരിക്കലും കുറയാനായിട്ട് പാടില്ല. അതായത് ഡൊമസ്റ്റിക് എൻവിയോൺമെൻറ്റിനൊരു കേടുപാടും വരാനായിട്ട് പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്ന സമയത്ത് പലപ്പോഴും പല രീതിയിൽ എല്ലാ എൻവിയോൺമെൻ്റൽ എഫക്ട്സ് ഡൊമസ്റ്റിക് കൺട്രീസിൽ ഉണ്ടാവാനായിട്ടുള്ള, മെമ്പർ കൺട്രീസിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ട്രേഡ് എഫക്ട്സ് ഇൻ്റർനാഷണൽ എൻവിയോൺമെൻ്റൽ ഇഷ്യൂസ് ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, ദ ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പൊല്യൂഷൻ ഓഫ് എയർ ആൻഡ് വാട്ടർ ജനറലി, അല്ലേ? ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഇൻ്റർനാഷണൽ ട്രേഡിലൂടെ സംഭവിക്കാവുന്ന ചില ഇക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എൻവിയോൺമെൻ്റൽ ആയിട്ടുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഡിപ്ലീഷൻ, അതിൻ്റെ ശോഷണം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ഇതുപോലുള്ള പൊല്യൂഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദീസ് ഇഷ്യൂസ് അസ്യൂം global significance because it impacts the government, business and consumers across the world. ഈ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഈ ഒരു എൻവിയോൺമെൻ്റൽ ഇഷ്യൂസ് തീർച്ചയായിട്ടും ലോക ശ്രദ്ധയെ തന്നെ പിടിച്ചു പറ്റേണ്ട ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്താകമാനമുള്ള കൺസ്യൂമേഴ്സിനെയും ലോകത്താകമാനമുള്ള എംപ്ലോയീസിനെയും ലോകത്താകമാനമുള്ള ഗവൺമെൻറ്റുകളെയും ബിസിനസ്സുകളെയും ഒരേപോലെ ബാധിക്കുന്ന ഘടകമാണ്. ആൻഡ് ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ് മേ ലീഡ് ടു ചേഞ്ചസ് ഇൻ environment. Depletion of natural resources is the result of human activity without any discrimination. Pollution also results from activities of individuals, households and industries. Okay, അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ഡിഫറെൻ്റ് എൻവിയോൺമെൻ്റൽ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ തീർച്ചയായിട്ടും എൻവിയോൺമെൻ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. എൻവിയോൺമെൻ്റൽ ഇഷ്യൂസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എൻവിയോൺമെൻ്റൽ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഏറ്റവും ബാക്ക് ബോൺ ആയിട്ട് വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷനും അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെയാണ് നമുക്കറിയാം. അതേസമയം ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയലൈസേഷൻസൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സുകൾ അത് അതിൻ്റെ ഒരു ഡിപ്ലീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ അവിടെ സംഭവിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, അല്ലേ? ഏകദേശം 200ഓളം എൻവിയോൺമെൻ്റൽ ഡീഗ്രഡേഷൻ ഇഷ്യൂസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. 200ഓളം പ്രോബ്ലംസ് നമുക്കറിയാം. അതിൽ വളരെ കുറച്ച് മാത്രമേ WTOൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു എക്കണോമിക് അല്ലെങ്കിൽ എൻവിയോൺമെൻ്റൽ ഇഷ്യൂസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം നമ്പർ കേൾക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാവും, അല്ലേ? അപ്പോൾ ഇത്രയധികം ഇഷ്യൂസ്. ഇനി about 20 of these include provisions that can affect trade. ട്രേഡിനെ നേരിട്ട് ബാധിക്കുന്ന ചില എഫക്റ്റുകളെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ചില എൻവിയോൺമെൻ്റൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് അതിൽ തന്നെ 20ഓളം ഇഷ്യൂസ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളെന്ന് പറയുന്നത് ദാറ്റ് ഈസ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ ലെയറിൻ്റെ നമുക്കറിയാം ഓസോൺ ലെയറിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവർ കുറഞ്ഞു വരികയാണ്
എന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ പലപ്പോഴും ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓസോൺ ലെയറിനെ എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേക റൂള് അല്ലെങ്കിൽ ഒരു പ്രത്യേക സംരംഭം അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബേസൽ കൺവെൻഷൻ ഓൺ ദ ട്രേഡ് ഓർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹസാർഡസ് വേസ്റ്റ് അക്രോസ് ഇൻ്റർനാഷണൽ ബോർഡേഴ്സ്. ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ മനുഷ്യൻ്റെ ജീവനും അതിൻ്റെ ഹെൽത്ത് അതുപോലെ തന്നെ ഹെൽത്തിനും ആപൽക്കരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ആ ഒരു ഇക്കോളജിക്കൽ ബാലൻസിനെ അതിനെ ചലഞ്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഉള്ള ചില ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം. പ്രത്യേകിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ വേസ്റ്റുകൾ പോലെയുള്ള സംഭവങ്ങൾ അല്ലേ, അത് എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്കണോമിക്കായിട്ടുള്ള എൻവിയോൺമെൻ്റലായിട്ടുള്ള ഡീഗ്രഡേഷൻസ് ഇതിൽ പ്രധാനപ്പെട്ട ഈ എൻവിയോൺമെൻ്റൽ ഇഷ്യൂസിൽ തന്നെ വരുന്ന പ്രധാനപ്പെട്ട ചില ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ തന്നെ 20 ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. അത് എല്ലാ കൺട്രീസും ഇൻ്റർനാഷണൽ ട്രേഡ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കൺട്രീസും അത് പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഇനി ഇതിനോടനുബന്ധിച്ച് വരുന്ന ചില പ്രധാനപ്പെട്ട പോളിസീസ്, എൻവിയോൺമെൻ്റൽ ഇഷ്യൂസ് ഇല്ലാതാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചില പ്രധാനപ്പെട്ട പോളിസീസാണ് അവിടെ പറയുന്നത്. പ്രത്യേകിച്ചും ഇക്കോ ലാബലിംഗ് പോലുള്ള പോളിസി. ഇക്കോ ലാബലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ ഇക്കോ ഫ്രണ്ട്ലി ആണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പ്രത്യേക തരം ലാബലിംഗ്, ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാബലിംഗ്, ദാറ്റ് ഈസ് ഇക്കോ ലാബലിംഗ്. അറ്റ് ദി സെയിം ടൈം ദർ ഷുഡ് ബി ട്രാൻസ്പെറൻസി. പ്രത്യേകിച്ചും നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരു തരത്തിലും മാരകമായിട്ടുള്ളതോ എൻവിയോൺമെൻ്റൽ ഇഷ്യൂസിന് കാരണമായേക്കാവുന്നതോ അല്ല എന്ന് തെളിയിക്കുന്ന ആ ഒരു ഡിക്ലറേഷൻസ് നടത്തുക, ആ ഒരു ട്രാൻസ്പെറൻസി നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കലി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഗുഡ്സിനെ നമുക്ക് നമ്പർ ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് വിച്ച് ആർ വറീഡ് ദാറ്റ് സർട്ടൻ ഹസാർഡസ് ആർ ടോക്സിക് പ്രോഡക്ട്സ്. ഒരിക്കലും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഹസാർഡസ് ആയിട്ടുള്ള മറ്റു രാജ്യങ്ങളിലെ ജനങ്ങൾക്കോ അവിടുത്തെ ജീവജാലങ്ങൾക്കോ ഒരു തരത്തിലും ഹസാർഡസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള വിഷാംശമുള്ള പ്രോഡക്ട്സ് അല്ല എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സിനെ പ്രൊഹിബിറ്റ് ചെയ്യാവുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലിബറലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, കുറച്ചും കൂടി ലിബറലൈസ്ഡ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന രീതിയിലുള്ള, അതേസമയം എൻവിയോൺമെൻ്റൽ ഇഷ്യൂസ് ഒരു തരത്തിലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെ 4 പോളിസികളാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് എൻവിയോൺമെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു, എൻവിയോൺമെൻ്റൽ ഡീഗ്രഡേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്, അതിനോടനുബന്ധിച്ചെടുക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഗാഡ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. AOA എന്ന് പറയുന്ന അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള എഗ്രിമെൻറ്റിനെ കുറിച്ച് കണ്ടു. വീണ്ടും നമ്മൾ രണ്ട് ഇൻ്റർനാഷണൽ ട്രേഡിലുള്ള 2 മെയിനായിട്ടുള്ള കോൺസെപ്റ്റുകളാണ് കണ്ടത്. ഒന്നാമത് ട്രേഡ് ഫെസിലിറ്റേഷൻ നമ്മൾ കണ്ടു, രണ്ടാമതായിട്ട് എൻവിയോൺമെൻ്റൽ ഡീഗ്രഡേഷൻ നമ്മൾ കണ്ടു. ഓക്കെ, ഇതോടുകൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഇന്ത്യയും അതിനോടനുബന്ധിച്ച് വരുന്ന വേരിയസ് കോൺസെപ്റ്റ്സും നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം.